ദിനം പ്രതി തിരക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ഇരിട്ടി. മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം എന്നുള്ള നിലയിൽ മലയോരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന ഒരു നഗരം. പലവിധ ആവശ്യങ്ങൾക്കായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന ഒരു നഗരമാണ്. പക്ഷേ ഇരിട്ടിയെ സംബന്ധിച്ച് നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട പരിമിതി, പ്രശ്നം എന്ന് പറയുന്നത്, ഇരിട്ടിക്ക് ഈ വാഹനങ്ങൾ ഇങ്ങനെ വന്നു ചേരുന്നതനുസരിച്ച് വാഹനങ്ങളുടെ ഒരു പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു പാർക്കിംഗ് സംവിധാനം ഇരിട്ടിയെ സംബന്ധിച്ച് ഇല്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇരിട്ടിയിൽ നിലനിൽക്കുകയാണ്. ഉള്ള പരിമിതമായ സൗകര്യങ്ങൾ, അതായത് കാർ പാർക്കിങ്ങിനും അതുപോലെ തന്നെ ടൂ വീലർ പാർക്കിങ്ങിനും എല്ലാം പരിമിതമായ സൗകര്യങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ആ പാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ക്രമത്തിനനുസരിച്ചല്ല. പലപ്പോഴും പരക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ എവിടെയെല്ലാം നോ പാർക്കിംഗ് ബോർഡുകൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി, പോലീസിൻ്റെ ഭാഗമായി വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മിക്കപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാര മേഖലയെ ഉൾപ്പെടെയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങാൻ വാഹനവുമായി ടൗണിലെത്തുന്ന ആളുകൾക്ക് ആ വാഹനം അവിടെ നിർത്തി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ട ഒരു സൗകര്യമില്ല. വാഹനങ്ങൾ വളരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചതിന് ശേഷം നടന്നു വന്നിട്ട് സാധനങ്ങൾ വാങ്ങിപ്പോകേണ്ട ഒരു ഗതികേടാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. ഇത് കച്ചവട സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുടെ മുൻപിലും ഇതുപോലെ കാറും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്നു. അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നവർ രാവിലെ വന്ന് ഇവിടെ വാഹനങ്ങൾ നിർത്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തിയിട്ട് അവർ പോയി പിന്നീട് രാത്രി ഏതെങ്കിലും ഒരു സമയത്താണ് അവർ വാഹനം തിരിച്ചെടുക്കാൻ വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ അലക്ഷ്യമായ ഈ പാർക്കിംഗ് നഗരത്തെ ആകെ എന്തെങ്കിലും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, വാഹനത്തിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നഗരം ആകെ സ്തംഭിക്കുന്ന നിലയിലേക്ക് ഇത് മാറുമെന്നുള്ളതാണ് നിലവിൽ ഇരിട്ടിയുടെ അവസ്ഥ. മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ ഇരിട്ടിയിൽ ദിനേന തിരക്കേറുകയാണ്. വാഹന തിരക്കും വർദ്ധിച്ചു വരുന്നു. പക്ഷേ പാർക്കിംഗ് സംവിധാനം കാര്യക്ഷമമല്ലാത്തത് നഗരത്തിൽ പലപ്പോഴും ഗതാഗത കുരുക്കിനുൾപ്പെടെ കാരണമാവുന്നു. വാഹനങ്ങൾ തിരക്കേറിയ ഭാഗങ്ങളിൽ പോലും തോന്നിയപടിയാണ് പാർക്കിംഗ്. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമായി പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്ത് മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് നിത്യസംഭവം. നോ പാർക്കിംഗ് ബോർഡിന് തൊട്ടുതന്നെ ഉണ്ടാവും വാഹനങ്ങൾ. അശ്രദ്ധമായ പാർക്കിംഗ് ഗതാഗത കുരുക്കിന് കാരണമാവുക മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിക്കുന്നു. ഈ പാർക്കിങ്ങിൻ്റെ പ്രശ്നമാണ്. രാവിലെ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ഈ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ബൈക്കും മറ്റുള്ളതും പുറത്തുനിന്നുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോക്കാം. ഒരു തീരെ അശ്രദ്ധമായ രീതിയിൽ കടകളുടെ മുമ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കടയിലേക്ക്, ഇവിടെ ഇപ്പം ജനൌഷധി പോലുള്ള സ്ഥാപനങ്ങൾ പ്രായമായ ആൾക്കാർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന കുറേ, അവർക്ക് ഒരു വണ്ടി നിർത്തി ഒരു മരുന്ന് മേടിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. കാരണം വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് അവർ രാവിലെ കൊണ്ട് വെച്ചിട്ട് രാത്രി 8 മണിക്കൊക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പം ഒരു കടയിലേക്ക് ഒരു കസ്റ്റമറിന് വരാൻ പറ്റാത്ത സ്ഥിതി. പിന്നെ എപ്പോഴും ട്രാഫിക്, പിന്നെ ഇത് കാരണം ഒരാൾക്ക് ഒരു വാഹനം നിർത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കണമെന്ന് പോലീസ് ഇടയ്ക്ക് വന്ന് ഇതുവഴി ഇങ്ങനെ പോകുമ്പം കാണുന്ന വണ്ടികൾ പിന്നെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം രാവിലെ വന്ന് ഇവിടുത്തെ അവസ്ഥ ഇതാണല്ലോ. ഒന്നിയിൽ വീരാജുപേട്ട കർണാടകത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ വൺ സൈഡ് പാർക്കിംഗ് ആക്കി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളിരിക്കും. അവിടെയൊക്കെ ചെറിയ റോഡുകളാണ്, പക്ഷേ വൺ സൈഡ് പാർക്കിംഗ് ആണ്. അപ്പം ഒരാഴ്ച, ഒരു മാസത്തിൽ 15 ദിവസം ഒരു സൈഡും പിന്നെ 15 ദിവസം മറ്റൊരു സൈഡും ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാനവിടെ 2 കൊല്ലത്തോളം കച്ചവടം ചെയ്തുകൊണ്ട് പറയുന്ന, അപ്പം അങ്ങനെ ഒരു പരിഹാരം വ്യാപാരികളാണ്, ബുദ്ധിമുട്ടുണ്ടാകുന്ന വ്യാപാരികളാണ്. കാരണം വ്യാപാരികൾക്ക് ഒരു വണ്ടികൾ ഇപ്പോൾ പല ആൾക്കാരും വണ്ടികൾ ഇപ്പോൾ ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ പിന്നെ കുറച്ച് മാറിയിട്ടൊക്കെ വാഹനങ്ങൾ നിർത്തി സാധനം മേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ ടൗണിൽ, ഇരിട്ടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം കുറേ വാഹനങ്ങളുണ്ട്, ഒരു കടയിലും ആളില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഇതിനെക്കുറിച്ച് വേറൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു വർഷം കൂടുമ്പോൾ മുനിസിപ്പാലിറ്റി തലത്തിൽ ഒരു അനൗൺസ്മെൻറ്റൊക്കെ പോകും. 2 ദിവസം അത് നിലനിൽക്കും, 3-ാം ദിവസം അത് വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് വരും. അത് കുറേ പ്രാവശ്യമായിട്ട് ഇരിട്ടിയിൽ നടക്കുന്നതാണ്. കാരണം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇവരൊരു അനൗൺസ്മെൻറ്റൊക്കെ പോയിട്ട് വാഹനം മാറ്റി വെക്കണം എന്നൊക്കെ പറയും. ഇത് പ്രാബല്യത്തിൽ വരുത്താൻ ഇതുവരെ ഇരിട്ടി മുനിസിപ്പാലിറ്റിക്ക് കഴിവില്ല. ഇത് മുനിസിപ്പാലിറ്റിയും പോലീസും ഇടപെട്ടിട്ട് ഇത് 2 ദിവസം നടക്കും, 3-ാമത്തെ ദിവസം ഇത് പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ പോകും. അത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഇതിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒന്നാമത് ഇവിടെയുള്ള ആൾക്കാരല്ല ഇവിടെ വാഹനങ്ങൾ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം പുറത്തുള്ളവർക്കൊന്നും ഇവിടുത്തെ ട്രാഫിക് പരിഷ്കരണമോ കാര്യങ്ങളോ അറിയുന്നില്ല. പുറത്തിപ്പം ഉളിക്കൽ, പിന്നെ ചെമ്പേരി ഭാഗത്ത്, പിന്നെ ഇരിക്കൂർന്നൊക്കെ വരുന്നവർ ഇവിടെ നടക്കുന്ന ട്രാഫിക് പരിഷ്കരണം അറിയുന്നില്ല. അപ്പം അവർ വെച്ചിട്ടങ്ങ് പോവും. പിന്നെ അതുമാത്രമല്ല, രാവിലെ പിന്നെ ഏകദേശം ഞാനൊരു 7 മണിയാകുമ്പോൾ കടയിലെത്തുന്നയാളാണ്. അപ്പം ഈ ശുചീകരണ തൊഴിലാളികൾക്ക്
മര്യാദയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ടൗണാണ് ഇരിട്ടി. അപ്പം അവർക്ക് ഈ മര്യാദയ്ക്ക് അടിച്ചു വാരാൻ പറ്റാത്ത സാഹചര്യം. രാവിലെ കാറ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തു പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ വേസ്റ്റ് ഉണ്ടാവും. കാരണം അവർ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഇങ്ങനെ അവിടെ തൊട്ട് പള്ളീൻ്റെ അവിടെ തൊട്ട് ഇങ്ങോട്ട് സ്കൈ പിന്നെ ജ്വല്ലറി വരെയുള്ള ഭാഗങ്ങളിൽ ഇട്ട് പോകുമ്പോൾ രാവിലെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ് പാർക്കിങ്ങുള്ള സൗകര്യങ്ങളില്ല. ടൗണിൻ്റെ ഇത് കൊണ്ടാണ്. അതാണ് ഈ കച്ചവടം കാര്യങ്ങൾ മാറിപ്പോകുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വാഹനവുമായി ടൗണിലെത്തുന്നവർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ പലപ്പോഴും നിസ്സഹായരാണ്. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തലങ്ങും വിലങ്ങും വാഹനം പാർക്ക് ചെയ്തു പോകുന്നവരും കുറവല്ല. മുനിസിപ്പാലിറ്റിയും പോലീസും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. നഗരസഭയുടെ പാർക്കിംഗ് സംവിധാനം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിലും അതും പരിമിതമാണ്. കഴിഞ്ഞ ദിവസം ഏജന്റ് ന്യൂസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ വാർത്ത എന്ന് പറയുന്നത് ഇരിട്ടിയിൽ ഒരു പൊതു മാർക്കറ്റ് സംവിധാനത്തിന്റെ ഒരു അപര്യാപ്തതയെ സംബന്ധിച്ചുള്ള വാർത്തയായിരുന്നു. ആ വാർത്തയുടെ പ്രതികരണമായി കൂടുതൽ പ്രേക്ഷകർ മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായം, പൊതു മാർക്കറ്റ് എന്നുള്ള സംവിധാനം എന്ന ആശയം നല്ലത് തന്നെ, പക്ഷേ അതിനു മുൻപ് ഇരിട്ടിയിൽ പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ദുരിതമാണ്. ഈ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം, ദുരിതം അത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ പോലീസും ഇടപെട്ടുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക നടപടികൾ പോരാ, സ്ഥായിയായ ശാശ്വതമായ ഒരു പരിഹാരം പാർക്കിങ്ങിന്റെ ഒരു കാര്യത്തിൽ ഇരിട്ടിയിൽ ഉണ്ടാകണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ക്യാമറ പേഴ്സൺ ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.